My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എല്ലാവരും വളരെ 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 സമാധാനമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഈ റീഡിംഗ് വരുന്ന 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ഇവന്റ്സ് ആണ്. എസ്പെഷ്യലി ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നതും അതാണ്. വരുന്ന 3 ദിവസത്തിനുള്ളിൽ ഒരു മേജർ ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഒരു ട്വിസ്റ്റ് ഓർ മേജർ ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമായിരിക്കാം. എസ്പെഷ്യലി വാട്ട് ഐ കൻ ഫീൽ, നിങ്ങളുടെ എനർജിയിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഇപ്പം എന്താണോ നിങ്ങളുടെ അവസ്ഥ, അങ്ങനെയല്ല വരുന്ന 3 ദിവസത്തിനുള്ളിൽ എങ്ങനത്തെ മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കളക്റ്റീവ് ആയിട്ടുള്ള മെസ്സേജ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, എന്താവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, എന്താണ് നിങ്ങൾക്ക് ഈ സമയം ഫീൽ ചെയ്യുന്നത്, ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ഒന്ന് ഡീപ്പായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. എന്താണ് നിങ്ങളുടെ ശരീരം, എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സിന് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് കണക്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ തോട്ട്സ്, എനർജി ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ലെറ്റ്സ് സീ വരുന്ന 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ഇവന്റ്സ് ഓർ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്ന 3 ദിവസത്തിനുള്ളിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ്. എന്തിനാണ് നിങ്ങൾ ഒബ്സ്റ്റക്കിൾസ് കാണുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്? ബിക്കോസ് നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ്, മൂവ്മെന്റ്സ് അവിടെ ഉണ്ടാവുകയാണ്. ഓക്കെ, പുതിയ പാത്തിലേക്ക് വരികയാണ്. എസ്പെഷ്യലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂ ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് സഡൻ ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സഡൻ മൊമെന്റ്സ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ചില മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് മാറ്റങ്ങളാണോ ലൈഫിൽ ലൈഫിനൊന്ന് കുലുക്കുന്ന എന്ത് ഇവന്റ് ആണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, അതെന്തും ആയിരിക്കാം. ഓക്കെ, മേ ബി പെട്ടെന്ന് നിങ്ങൾക്ക് അതൊരു ഷോക്ക് ആയിരിക്കാം, പെട്ടെന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കാം ചില ആളുകൾക്ക്. ബട്ട് വാട്ട് എവർ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഇമോഷൻസ്, അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ആരുടെയെങ്കിലുമൊക്കെ മേലെ തോന്നുന്ന ചില ഇമോഷൻസ് ആയിരിക്കാം. ഓക്കെ, അത് സന്തോഷമായിരിക്കാം, വളരെ നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്ന ചില ഇമോഷൻസ് ആയിരിക്കാം, ഓർ നിങ്ങൾക്ക് ഒരുപാട് ജലസ് ഉണ്ടാക്കുന്ന ചില ഇമോഷൻസ് ആയിരിക്കാം. ഇറ്റ്സ് ഓക്കെ, ചില സമയത്ത് നമുക്ക് ചില കാര്യത്തിനോടുള്ള ഒരു ജലസ് നല്ലതാണ് അല്ലെ. സോ നമ്മൾ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ പാത്തിലേക്ക് കണക്ട് ചെയ്യാനും നമുക്ക് കുറച്ചുകൂടെ അത് ആക്റ്റീവായിട്ടും എടുക്കാൻ സാധിക്കും. നമ്മളും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് വരും. റൈറ്റ്, സോ നിങ്ങൾക്ക് അങ്ങനെയും ഈ ഒരു കാര്യം എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ദൃഷ്ടി എന്തോ ഒരു കാര്യത്തിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ ഒരു പ്രചോദനമാവുന്ന എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ കണ്ണ് പതിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തോ ഒരു കാഴ്ച അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതും ചില ആളുകൾക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സഡൻ ചേഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പോയിട്ടുള്ള ചില പ്ലേസിൽ ഓൾ ഓഫ് സഡൻ നിങ്ങൾ ലൈഫിലേക്ക് വളരെ ഡീപ്പായിട്ട് നോക്കേണ്ടതായിട്ടുള്ള ചില അവസ്ഥ നിങ്ങൾക്ക് വരാം. ഓക്കെ, അതായത് നിങ്ങളുടെ റിയാലിറ്റി എന്താന്നുള്ളതൊക്കെ പെട്ടെന്നൊരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്താണ് നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ സംഭവിക്കുന്നത്, എങ്ങനത്തെ എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ഒരു ഇവന്റ് സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു തിരിച്ചറിവായിരിക്കാം നിങ്ങളെ പുതിയ വഴിയിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നതും ആ ഒരു റീസൺസ് കൊണ്ടാണ്. ഓക്കെ, ബട്ട് ഡെഫിനറ്റ്ലി അത് നിങ്ങൾ കൺഫേം ആയിട്ട് എടുക്കേണ്ടത് നിങ്ങൾ പുതിയ ആക്ഷൻസ് എടുക്കുന്ന സമയത്താണ്. നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത ചില പാതയിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് അത് ഇനീഷ്യലി ഒരു സ്ട്രഗിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടോ നിങ്ങൾക്ക് തോന്നുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നമ്പർ 9 ഗൈസ്, ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ക്ലോഷർ സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വെയിറ്റ് ആയിരിക്കാം, നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലൂടെ ആയിരിക്കാം ഈ സമയത്ത് നിങ്ങൾ പോകുന്നത്. It's a very confirmation for you. Okay, it's very strong confirmation for you. Okay, so നിങ്ങളുടെ ആഗ്രഹത്തിന്റെ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, and അത് എഗെയിൻ നിങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലല്ല വരുന്നത്. ഓക്കെ, സോ അതിന് അവിടെ ചില ഒരു എക്സ്ട്രാ ഹാൻഡ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഒരു ആഗ്രഹത്തിന്റെ കൂടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ, അല്ലെങ്കിൽ അതിന്റെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില രീതിയിൽ അത് നിങ്ങളുടെ ലൈഫിൽ
അവൈലബിൾ ആവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും വേഗത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ ചില കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിലും വേഗം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചു തരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എടുക്കേണ്ട ഒരു കൺഫർമേഷൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യത്തിലേക്ക് ഇറങ്ങി തിരിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കും. ചില റൈറ്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. നിങ്ങൾ അത് സ്പിരിച്വലി ഒരുപാട് അവേക്കൻ ആക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി അവേക്കൻ ആവുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. നിങ്ങളുടെ എന്തോ ഒരു മേജർ ആഗ്രഹത്തിന്റെ ഒരു ഫൈനൽ ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഈ സമയം പോകുന്നത്. ഓക്കെ, അതുകൊണ്ടായിരിക്കും നമ്മൾ മൂവിയിലൊക്കെ കാണുന്നത് പോലെ ഒരു ക്ലൈമാക്സ് സിറ്റുവേഷനിലായിരിക്കാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുക, അല്ല ഇത് എങ്ങോട്ട് ലീഡ് ചെയ്യുന്നത് നമ്മൾ റിയലി ക്വസ്റ്റ്യൻ ചെയ്യും. റൈറ്റ്? സോ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ ഒരു സമയമായിട്ട് എസ്പെഷ്യലി വരുന്ന 3 ദിവസം ടൈം നിങ്ങൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഒന്നെങ്കിൽ അതിനെ വളരെ ചൂട് പിടിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും, ഓർ എന്തെങ്കിലും ഒരു നഷ്ടം മേ ബി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് കമ്പാരിസൺ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ മറ്റുള്ള ആളുകൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗ്രേറ്റ് കൺഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ആഗ്രഹം വേറെ ആരുടെങ്കിലൊക്കെ ലൈഫിൽ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെ നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആയിട്ടാണ് നിങ്ങളത് എടുക്കേണ്ടത്. ഓക്കെ, എഗെയിൻ ഇത് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ആണ്. ഓക്കെ, പുതിയ പാത്തിലേക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ലൈഫിന്റെ ഒരു പുതിയ ജേർണി നിങ്ങൾക്ക് വേണ്ടി അവൈറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിന്റെ ഒരു പുതിയ ജേർണി എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്തും കൂടെ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഒരു ഓതന്റിസിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളുടെ ഒരു ഓതന്റിക് ലെവലിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ റിയാക്ഷനിലും റെസ്പോൺസിലും ഒക്കെ നല്ല നല്ല മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഒബ്സർവ് ചെയ്യേണ്ടതും അതാണ്, നിങ്ങളുടെ റിയാക്ഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ സംസാരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതിന് എത്രമാത്രം ഒരു ഡെപ്ത് ഉണ്ട് എന്നുള്ളത് ഓരോ ചുവട് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ബട്ട് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും നിങ്ങളെ എത്രമാത്രം മുന്നോട്ട് ലീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെരി സൂൺ നിങ്ങൾ മനസ്സിലാക്കും. ചില കാര്യങ്ങളൊക്കെ റൈറ്റ് പ്ലേസിലേക്ക് അലൈൻഡ് ആയിട്ട് വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേജർ ഡിസിഷൻ ലൈഫിൽ എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കാം. ഓക്കെ, മേ ബി ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡും മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് മോർ ദാൻ ഇന്നഫ്. ഓക്കെ, ആ ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കാം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ള ആക്ഷൻ അതിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. റൈറ്റ്? സോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി അതിലേക്കൊക്കെ നിങ്ങൾ മുന്നോട്ട് വരാം. ഓക്കെ, എന്ത് ലൈഫിൽ ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈവെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യുക. ആൻഡ് നിങ്ങളത് അതുപോലെ തന്നെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എനർജറ്റിക്കലി നിങ്ങൾക്ക് വളരെ മേജർ ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ആക്ഷനിൽ ഒരുപാട് കൺസിസ്റ്റൻസി ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്തു വരുന്നുണ്ട്. അതാണ് ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി തരുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷനും ഉണ്ടാവുന്നുണ്ട്. അത് പുറമേ നിന്ന് എന്തെങ്കിലും കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. ഓക്കെ, ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ നിങ്ങൾ അതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരു സ്ട്രഗിൾ വരുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു കാര്യം ചാലഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ആക്ഷൻസ് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കാത്തത്. ഓക്കെ, അത് ചില ആളുകൾ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ കൊണ്ടുവരുന്നത്. ബട്ട് ചില ആളുകൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷനിലേക്ക് വരാൻ നിങ്ങൾ മാക്സിമം വരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷൻസ് കാരണം. ഓക്കെ, സോ ഒരിക്കലും ഒരു വിഷമായിട്ടല്ല നിങ്ങളത് എടുക്കേണ്ടത്. ഓക്കെ, ബിക്കോസ് ഈ ഒരു 3 ദിവസം സമയത്തിനുള്ളിൽ നിങ്ങൾ ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഫുൾഫിൽഡ് ആവുന്നുണ്ട്. ഓക്കെ, ചില ആഗ്രഹങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ പുതിയ ആഗ്രഹങ്ങൾ നിങ്ങൾ സീഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് മുന്നോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷനും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു
ഒരു ഫ്യൂച്ചർ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഈ ഒരു സമയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് വാട്ട് ഐ കൻ സീ ഈസ്, ചില ആളുകൾ ഈ ഒരു സമയത്ത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കാം. ഐ ഡോണ്ട് നോ ഹൂ നീഡ്സ് ടു ഹിയർ ദിസ്. ഈ 3 ദിവസം നിങ്ങളെ ശരിക്കും സേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിന്റെ അത്ര ഒരു എക്സ്ട്രീം ഘട്ടത്തിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ ലൈഫോ നിങ്ങളുടെ ലൈഫിന്റെ മേജർ ഇവന്റ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ബട്ട് യു വിൽ ഗെറ്റ് ടു നോ നിങ്ങൾ എത്ര ബ്ലെസ്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ എത്ര ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾക്ക് എത്ര ഒരു ദൈവാധീനം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും. സോ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ 3 ദിവസത്തിൽ എന്തെങ്കിലും ഒരു ഇവന്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്ട്രഗിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഓക്കെ, ബിക്കോസ് ആ ഒരു സ്ട്രഗിൾ ആണ് നിങ്ങൾ എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ. ഓക്കെ, നിങ്ങൾ എത്ര ദൈവത്തോട് അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു യൂണിവേഴ്സുമായിട്ട് എത്ര കണക്റ്റഡ് ആണ്, നിങ്ങൾ എത്ര ഡിവൈൻലി ബ്ലെസ്ഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, ബിക്കോസ് ആ ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ എങ്ങനെ ഒരു മിറാക്കുലസ്ലി നിങ്ങൾ സേവ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എങ്ങനെ മിറാക്കുലസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ 3 ദിവസത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ എസ്പെഷ്യലി ലൈക്ക് ഐ റിയലി വോണ്ട് ടു എക്സ്പീരിയൻസ് ദിസ് സ്ട്രഗിൾ. സീരിയസ്ലി ഗൈസ്, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു 3 ദിവസത്തിൽ ആ ഒരു ചലഞ്ച് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബിക്കോസ് അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ നിങ്ങൾ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളത്, നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പവർ ആണുള്ളത് എന്നുള്ളത്. ഓക്കെ, ചില ആളുകൾ ചില ഘട്ടത്തിലേക്ക് വരുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ മനസ്സിന്റെ പവർ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചില സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഫൈനാൻഷ്യലി എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാം ചില ആളുകൾക്ക്. ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ മേജർ ഷിഫ്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പേഷ്യൻസ്, നിങ്ങൾ ഒരുപാട് ക്ഷമയോട് കൂടിയിട്ട് കാത്തിരുന്നിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ 3 ദിവസത്തിൽ നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഭാവിയിലേക്ക് നിങ്ങളുടെ ഒരു അസറ്റ് ആണ്, നിങ്ങളുടെ ഒരു സ്ട്രോങ് ബേസ് ആണ്, നിങ്ങൾ അത്ര ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു 3 ദിവസത്തിൽ നിങ്ങളുടെ ഒരു മനസ്സിന്റെ ഒരു ശക്തി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ അവസ്ഥകളിലൂടെ നിങ്ങൾ പോകുന്ന സമയത്തും അത് പിന്നെ നിങ്ങൾ ഒരു രീതിയിലും വിഷമിപ്പിക്കില്ല, അല്ലെ? ബിക്കോസ് ഇത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ലെസൺ തന്നിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? ഇത് നിങ്ങളെ എത്രമാത്രം നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആണ്, ഹെൽത്ത് വൈസ് നിങ്ങൾ എത്ര സ്ട്രോങ് ആണ്, മെന്റലി എനർജറ്റിക്കലി നിങ്ങൾ എത്ര സ്ട്രോങ് ആണ്, ഇമോഷണലി നിങ്ങൾ എത്ര സ്ട്രോങ് ആണെന്നുള്ളത് ചില ലൈഫ് ഇവന്റ് ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ റിയാക്ഷനിലൊക്കെ അവിടെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് ഫ്യൂ മോർ മെസ്സേജ്. എന്തൊക്കെ മേജർ ഇവന്റ്സ് ഈ ഒരു വരുന്ന 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും? So you got exactly 3 messages. So 1, balance. 2, harmony. And love begins. Okay. ഇത് നിങ്ങൾക്കുള്ള ഈ ഒരു 3 കാര്യം നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ, വരുന്ന 3 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആവും, അല്ലെങ്കിൽ ഈ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ അത് ഇറ്റ്സ് ലൈക്ക് അത് ഒന്ന് ഷഫിൾ ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ എല്ലാം കൂടെ ഒന്ന് മാറി മാറി പോയിട്ട് പിന്നെ ആയിരിക്കും ചില കാര്യങ്ങൾ റൈറ്റ് പ്ലേസിൽ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചില ആളുകളെങ്കിലും ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടായിരിക്കുക. ബിക്കോസ് നിങ്ങൾ വളരെ എഫേർട്ട് എടുത്ത് ചില കാര്യങ്ങൾ ഒന്ന് അലൈൻ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? ബട്ട് ഓൾ ഓഫ് സഡൻ ചില മാറ്റങ്ങൾ സംഭവിക്കും. ബിക്കോസ് ചില കാര്യങ്ങൾ മാറുന്ന സമയത്താണ് ചില കാര്യത്തിന് അവിടെ റൈറ്റ് പ്ലേസിൽ വരാൻ സാധിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ അവിടെ ബാലൻസ്ഡ് ആവുന്നുണ്ട്. ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ഓൾറെഡി പാർട്ട്ണർ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ക്വാളിറ്റി ടൈം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ് ഈ 3 ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ റെഡി ആവേണ്ടത്, നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടത് വളരെ ഡീപ്പ് ആയിട്ടുള്ള, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ചില
തിരിച്ചറിവുകളോ നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതാണ് പ്രോബബ്ലി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാനോ സാധിക്കുന്നത്. ഓക്കെ, എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി പാർട്ട്ണർ ഉള്ള ആളാണ്, റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എക്സാക്ട്ലി ഗോണ ഹാപ്പൻ. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മൊമെന്റിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഈ സമയത്ത് അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത്? അത് ആളുകളായിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന്റെ ഒരു മാറ്റം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അലൈൻഡ് ആവാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചില മനപ്രയാസം മേ ബി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ബിക്കോസ് മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ അവിടെ ഷഫിൾ ചെയ്യുന്നത് ചില കാര്യങ്ങൾ ഒന്നുകൂടെ പ്രോപ്പറായിട്ട് അലൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം? സി മേ ബി ലൈക്ക് നിങ്ങളുടെ ഫോക്കസ് ഒരു കാര്യത്തിലായിരിക്കാം. ഓക്കെ, ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് കണക്ട് ചെയ്യേണ്ട വേറെയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത് കൊടുക്കുന്ന ഒരു കാര്യം അതായിരിക്കാം. ബട്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചതിന്റെ പിറകെ ആയിരിക്കാം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എഫേർട്ട് കൊടുക്കുന്നത് ആ ഒരു കാര്യം വരേണ്ടതായിട്ടുള്ളത്. ഇറ്റ്സ് ലൈക്ക് വൺ ബൈ വൺ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും അത് റൈറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ റിയാക്ഷനിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഈവൻ നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പഴയ കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ചില കാര്യങ്ങൾ വേസ്റ്റിൽ ഇട്ടേക്കുക. ബിക്കോസ് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അവിടെ പുതിയ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ സംസാരിക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ വില്ലിംഗ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും പഴയ കാര്യങ്ങൾ എടുക്കരുത്. ഓക്കെ, ഈവൻ അവർ വീണ്ടും പഴയ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്റർടൈൻ ചെയ്യാതിരിക്കുക. ബിക്കോസ് സ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറെ കൂടെ ഹീൽഡ് ആവുന്നത്, വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നത് അവിടെ പുതിയ കോൺവെർസേഷൻ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ എന്താണോ നിങ്ങളുടെ ലൈഫിൽ പുതുതായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് നിങ്ങളുടെ തോട്ട്സിൽ ചില മാറ്റങ്ങൾ, നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ റീഡ് ചെയ്യരുത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇമോഷണലി വിഡ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അനുഭവം കൊണ്ടായിരിക്കാം നമ്മുടെ മനസ്സിൽ തന്നെ കീപ്പ് ചെയ്യുന്ന ചില ഇമോഷൻസ് ഉണ്ട് അല്ലെ. അന്ന് അങ്ങനെ ചെയ്തു, അന്ന് ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായി. ഇറ്റ്സ് ഓക്കെ, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ബട്ട് സ്റ്റിൽ നിങ്ങൾ ചില കാര്യത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഇതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫൊഗീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഒരു കാര്യത്തിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങൾ എത്രമാത്രം ഹോൾഡ് ചെയ്ത് വെക്കുന്നോ, അത് എത്രമാത്രം നിങ്ങളുടെ ഉള്ളിൽ ഡോമിനേറ്റ് ചെയ്യുന്നോ, നിങ്ങൾക്ക് പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരാൻ സാധിക്കില്ല. ഓക്കെ, അത് എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സംസാരിച്ചാലും പ്രത്യേകിച്ച് ഗുണമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കാം. ഓക്കെ, അത് ഈവൻ നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളെടുത്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ചില ആളുകൾ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോരോ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ വരുന്ന 3 days ടൈമിനുള്ളിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന, ചില ആളുകൾക്ക് നിങ്ങളത് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ചാണ്. ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് എത്ര ബ്ലെസ്ഡ് ആയിട്ടാണ് ചില കാര്യങ്ങൾ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഓർ ഈ ഒരു വരുന്ന 3 daysനുള്ളിൽ നിങ്ങളിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണോ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റില്ല, ആരെയാണോ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചോ, അവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ജസ്റ്റ് വിത്തിൻ 3 days ടൈം. ഓക്കെ, ഈ ഒരു 3 ദിവസം സമയത്തിനുള്ളിൽ. സോ ഇത് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. സോ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങളെടുത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് സംസാരിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങൾ എടുക്കരുത്. നിങ്ങൾ അവിടെ അലോ ചെയ്യുക. ഓക്കെ, നിങ്ങൾ സ്വയം അലോ ചെയ്യുക, പുതിയ കോൺവെർസേഷനിലേക്ക് വരിക, പുതിയ ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കുക, പുതിയ ഐഡിയാസ്, പുതിയ പ്ലാനിനെ പറ്റിയിട്ട് സംസാരിക്കുക. ഈവൻ ചില ആളുകൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അങ്ങനത്തെ പുതിയ പദ്ധതികൾ കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് പാസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല, എന്ത് നഷ്ടപ്പെട്ടു, എന്ത് കുറവ് നിങ്ങൾക്കുണ്ട്, അതൊന്നും നിങ്ങളിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. ഇനി എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ, റിലേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.